ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളം പല കാര്യത്തിലും മുമ്പോട്ടായതിൽ ഇടതുപക്ഷത്തിന് അതിന്റെ പങ്കുണ്ടെങ്കിൽ അവർ മാറി മാറിയുള്ള ഭരിച്ചത്. അങ്ങനെയെങ്കിൽ 35 വർഷം ഇടതുപക്ഷം ഭരിച്ച ബംഗാളിന്റെ ക്രെഡിറ്റ് എന്താ ഇവരേറ്റെടുക്കാത്തത്? ഇടതുപക്ഷത്തിന്റെ ഇടത് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് അവർ ഭരിച്ച മുഴുവൻ മോഡലും എടുക്കണം. എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു നോക്കണം. അവന് പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് ഒരു കമ്പിൽ കെട്ടി ചാക്കിൽ പൊതിഞ്ഞ് കമ്പിൽ കെട്ടി ചുമന്നുകൊണ്ട് പോകുന്നതാണ്. ഈ സജീഷിന്റെ പാർട്ടിയുടെ കണക്കനുസരിച്ചിട്ട്, കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ കണക്കനുസരിച്ചിട്ട് ഇവർ പാവപ്പെട്ടവരല്ലാന്ന്. ശ്യാംരാജിലേക്ക് വരികയാണ്. ശ്യാംരാജ്, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഓക്കെ, അതിദാരിദ്ര്യമുക്തം കേരളം എന്നുള്ളത് താങ്കൾ അംഗീകരിക്കുന്നുണ്ട്. അത് മോദി സർക്കാരിന്റെ നേട്ടമായിട്ടാണ് താങ്കൾ അതിനെ ചിത്രീകരിക്കുകയും ചെയ്യുന്നത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, എന്തുകൊണ്ടാണ് മോദി ഭരിക്കുന്ന ഈ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ സംസ്ഥാനങ്ങളൊന്നും ഈ നേട്ടം കൈവരിക്കാതെ പോയത്? കേരളം പല കാര്യത്തിലും നമ്പർ 1 ആയതിന് ഇടതുപക്ഷത്തിന്റെ എന്ത് പങ്കാൻ ചെയ്തുള്ളത് നോക്കൂ. 1956 രൂപീകൃതമാകുമ്പോൾ 50%-ലധികം സാക്ഷരത ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അന്ന് ഞാൻ മനസ്സിലാക്കിയത്തോളം നമ്മുടെ ദേശീയ ശരാശരി എന്ന് പറയുന്നത് 12% എന്തോ മാത്രമായിരുന്നു. അന്ന് ശിശുമരണ നിരക്കും മറ്റ് നമ്മുടെ ആയുർദൈർഘ്യവും ഒക്കെ ഈ ഭാഗത്ത് കൂടുതൽ തന്നെ ആയിരുന്നേ. അപ്പൊ തട്ടിപ്പാണല്ലേ. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പും കേരളത്തിലെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് മാനേജ്മെന്റ് സ്കൂൾ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ആണിത്. അതിൽ ഇവർക്ക് എന്ത് പങ്കാണ് രഞ്ജിത? നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളം പല കാര്യത്തിലും മുമ്പോട്ടായതിൽ ഇടതുപക്ഷത്തിന് അതിന്റെ പങ്കുണ്ടെങ്കിൽ അവർ മാറി മാറിയുള്ള ഭരിച്ചത്. അങ്ങനെയെങ്കിൽ 35 വർഷം ഇടതുപക്ഷം ഭരിച്ച ബംഗാളിന്റെ ക്രെഡിറ്റ് എന്താ ഇവരേറ്റെടുക്കാത്തത്? ബംഗാളിന്റെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾ 8.6%. ഇവിടെ 0.71 അവിടെ 8.6. അപ്പൊ അതിന് ക്രെഡിറ്റ് എടുക്കുമോ? അപ്പൊ അത് ഉത്തരം പറ. ഇടതുപക്ഷത്തിന്റെ ഇടത് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് അവർ ഭരിച്ച മുഴുവൻ മോഡലും എടുക്കണം. എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു നോക്കണം. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇന്നും മനുഷ്യർ വലിക്കുന്ന റിക്ഷകളുള്ള ഒരു സംസ്ഥാനമായിട്ട് വെസ്റ്റ് ബംഗാൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മലയാളികൾ, അതാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞത്. 2014 മുതൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ രാജ്യത്ത് നടപ്പാക്കിയ പദ്ധതികളിലൂടെ ഏകദേശം 26 കോടി അതിദരിദ്രരെ അതിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ടെന്നുള്ളത് കണക്കാണെന്ന്. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. ഈ നീതി ആയോഗിന്റെ വേൾഡ് ബാങ്കിന്റെ കണക്കാണ്. ആ കണക്കുകളെ ഉദ്ധരിച്ചാണ് ഞാൻ പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ഇവിടുത്തെ പ്രശ്നം എന്താ അഞ്ജിത? ഇവിടുത്തെ കേരളത്തിലെ സർക്കാർ ഈ അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മാനദണ്ഡത്തിലാണ് ഞങ്ങൾ എതിർക്കുന്നത്. സൂപ്പർ. ഞാൻ നിങ്ങൾക്ക് ഒരു ചിത്രം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ? ഇത് എടമലക്കുടിയിൽ, കേരളത്തിലെ എടമലക്കുടിയിൽ പഞ്ചായത്തില് അവിടെ കാർത്തിക് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, അവന് പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് ഒരു കമ്പിൽ കെട്ടി ചാക്കിൽ പൊതിഞ്ഞ് കമ്പിൽ കെട്ടി ചുമന്നുകൊണ്ട് പോകുന്നതാണ്. ഈ സജീഷിന്റെ പാർട്ടിയുടെ കണക്കനുസരിച്ചിട്ട്, കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ കണക്കനുസരിച്ചിട്ട് ഇവര് പാവപ്പെട്ടവരല്ലാന്ന്. ഈ പയ്യൻ കമ്പിൽ കെട്ടി ചാക്കിൽ പൊതിഞ്ഞു പോകുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരാണ്, അല്ലെങ്കിൽ അവന് സഹായം കിട്ടേണ്ടവരല്ല, പണക്കാരനെന്നാണ് സജീഷിന്റെ സർക്കാർ പറയുന്നത്. പോയി ചത്തുടടാ. അടുത്ത ചിത്രം ഞാൻ കാണിച്ചു തരാം. ഇത് നിലമ്പൂരിലുള്ള കരുളായി പഞ്ചായത്തിലാണ്. ഈ വീട് നോക്കൂ. ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിട്ട് പോലും സാധിക്കുന്നില്ല. ഈ വീടിന്റെ താഴെ മൊത്തം ഇവിടെ ചെളിയാണ്. ഈ വീടിന്റെ ഉള്ളിൽ മൊത്തം ചോർന്നൊലിക്കലാണ്. അടുപ്പ് പുകയുന്നില്ല. മഴ പെയ്യുമ്പോൾ അടുപ്പിലേക്ക് വെള്ളം വീഴുകയാണ്. ടാർപോളിൻ വലിച്ച് കെട്ടിയിരിക്കുകയാണ്. ഒരു ഓലക്കീറ് വെച്ചിട്ട് പോലും ആ വീടിനെ അവർ പൊതിഞ്ഞിട്ടില്ല. ഇതാണ് എന്റെ പുകയില്ലാത്ത അടുപ്പ്. ഈ വീട്ടുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണക്കനുസരിച്ചിട്ട്, സതീഷിന്റെ പാർട്ടിയുടെ കണക്കനുസരിച്ചിട്ട് പണക്കാരാണെന്ന്. സന്തോഷായി. കേരളത്തിലെ മുഴുവൻ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർ കണക്കെടുക്കട്ടെ. കേരളത്തിലെ യഥാർത്ഥ കണക്കെടുക്കട്ടെ. ഇവർ എത്ര പേരെ ദാരിദ്ര്യരേഖയിൽ നിന്ന് മുക്തരാക്കി കണക്കെടുക്കട്ടെ. ഇവരുടെ മാനിഫെസ്റ്റോയിൽ തന്നെ പറയുന്ന 4 ലക്ഷം കുടുംബത്തിന്റെ കാര്യം എന്താണെന്ന് ഇവർ പറയട്ടെ. അതൊന്നും പറയാതെ ഇവരിപ്പോ കാണിച്ച ഗിമ്മിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തെ ഞങ്ങൾ ദാരിദ്ര്യമുക്തരാക്കി. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. 2024 ഇടതുപക്ഷത്തിന്റെ മാനിഫെസ്റ്റോയിൽ, ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവർ പറയുന്നത് പരമദരിദ്രരായിട്ടുള്ള 4 ലക്ഷം കുടുംബങ്ങളെ വ്യക്തികളെയല്ല, പരമദരിദ്രരായിട്ടുള്ള 4 ലക്ഷം കുടുംബങ്ങളെ കണ്ടെത്തി അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കുമെന്നാണ്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇനി അതിനുശേഷം ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിദാരിദ്ര്യമുക്തരായിട്ടുള്ള 64,004 പേരുണ്ടെന്നാണ്. അതായത് ഈ തുടക്കത്തിൽ ഇവർ കഴിഞ്ഞ 5 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്ന 4.5 ലക്ഷം കുടുംബത്തിനെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ 64,000 പേരെ ഞങ്ങൾ പരമമായിട്ടുള്ള ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ ദാരിദ്ര്യം ഇല്ലാതാക്കിയതിൽ, രാജ്യത്തൊട്ടാകെയുള്ള ദാരിദ്ര്യം ഇല്ലാതാക്കിയതിൽ കേന്ദ്ര സർക്കാരിന്റെ പങ്ക് ആർക്കാണ് ഇല്ലെന്ന് പറയാൻ വേണ്ടി പറ്റുക?
നോക്ക് 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യം എത്രാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു? 10ാമത്തെയോ 11ാമത്തെയോ? ഇന്നിപ്പോ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിട്ടില്ലേ? ഈ കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടി മറ്റേതൊക്കെ സംസ്ഥാനങ്ങളെ ഇങ്ങനെ പ്രഖ്യാപിച്ചു? അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. വരുമ്പോ ഇവിടെ ഈ ഇടതുപക്ഷവും കോൺഗ്രസ് ഒക്കെ ഞങ്ങളെ പുച്ഛിച്ചൊരു വാക്കാണ് സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞപ്പോൾ. നമ്മൾ ഈ രാജ്യത്ത് മോദി സർക്കാർ വന്നതിന് ശേഷം 11.5 കോടി ടോയ്ലറ്റുകൾ നിർമ്മിച്ചു കൊടുത്തുന്നേ. ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു ജനത കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്തുണ്ടായിരുന്നു എന്ന്. അജിത, ആ നേട്ടം ഈ നേട്ടം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടുന്ന് പറയുന്നത് പോലെയുള്ള ഈ ടെക്നിക്കൽ ടൈമിലല്ല. കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പൊതുദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ BJP സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?